വിമർശനങ്ങളോട് ഹിറ്റ്ലറിന് കടുത്ത അസഹിഷ്ണുതയാണ്. ജർമ്മനിയിലെ മാധ്യമങ്ങളെ അയാൾ ഭയപ്പെടുന്നു. ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അധികാരമേറ്റെടുക്കുന്ന സമയത്ത് ജർമ്മനിയിൽ 4700 ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവയിൽ 3% താഴെ മാത്രമാണ് നാസികളുടെ ഉടമസ്ഥതയിലുള്ളത്. യഹൂദരുടെ ഉടമസ്ഥതയിലുള്ളതാണ് വൻകിട പത്രങ്ങളിൽ ചിലത്. ഉൾസ്റ്റെയിൻ, മൂസ് തുടങ്ങിയ പ്രമുഖരായ ചില പത്രമുടമകൾക്ക് ഹിറ്റ്ലറുടെ ആര്യവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി സ്വന്തം പത്രസ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം ജർമ്മൻകാർക്ക് കൈമാറേണ്ടി വന്നു. ഭൂരിഭാഗം മാധ്യമങ്ങളും നാസികളെ പേടിച്ച് സ്വയം ഒരപ്രഖ്യാപിത സെൻസറിങ്ങിന് വിധേയരായി. അവർ ഹിറ്റ്ലർക്ക് അപ്രീതിയുണ്ടാക്കുന്ന വാർത്തകൾ ഒഴിവാക്കി. എന്നാൽ ഫ്രിറ്റ്സ് ഗേർലിക്കിനെ പോലെയുള്ള അപൂർവം ചില ആളുകൾ അവരുടെ മാധ്യമധർമ്മത്തിൽ ഉറച്ചുനിന്നു. ആ സമയത്താണ് നാസികളുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ യഹൂദരെ സഹായിക്കുന്ന ചില കാത്തലിക് ഗ്രൂപ്പുകൾ ജർമ്മനിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ജർമ്മൻകാരായ ജൂതർ അമേരിക്കയിലേക്കും താരതമ്യേന സുരക്ഷിതമെന്ന് അവർ കരുതിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ്. ഇവരെയെല്ലാം സഹായിക്കാൻ രഹസ്യമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളുമുണ്ട്. ഫ്രിറ്റ്സ് ഗേർലിക് ഇവരുമായെല്ലാം സഹകരിച്ചിരുന്നു. ഗേർലിക്കിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ പറ്റിയ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഹിറ്റ്ലർ. അപ്പോഴാണ് ബെർലിൻ പാർലമെന്റ് മന്ദിരത്തിന് ആരോ തീ കൊളുത്തിയത്. ഇത് തന്നെയാണ് കാത്തിരുന്ന അവസരം. പിഴവില്ലാതെ കലാപങ്ങൾ ആസൂത്രണം ചെയ്ത് പരിചയമുള്ള ഒരാളെ തന്നെ ഹിറ്റ്ലർ ഈ സന്ദർഭത്തിന് വേണ്ടി കണ്ടുവച്ചിരുന്നു. ഏണസ്റ്റ് റോം. തീപിടുത്തമുണ്ടായ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കാനെത്തിയപ്പോൾ ഹിറ്റ്ലർ തന്റെ വിശ്വസ്ത അനുയായി ഗീബൽസിനോടും അദ്ദേഹത്തിന്റെ മന്ത്രിമാരോടും സ്വകാര്യമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞേൽപ്പിച്ചു. റോമിനെ വിളിപ്പിക്കൂ. അയാൾക്ക് ചെയ്യാൻ ഇനിയും കുറച്ച് സേവനങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഹിറ്റ്ലറുടെ പഴയ സുരക്ഷാ സേനയായ എസ്എയുടെ കമാൻഡർ ഏണസ്റ്റ് റോമിനെയാണ് അയാൾ ഉദ്ദേശിച്ചത്. അയാളും കൂട്ടരുമാണ് ഹിറ്റ്ലറിനു വേണ്ടി മുമ്പ് തെരുവിൽ കലാപങ്ങൾ നടത്തിയത്. കുറെ കാലമായി റോമിനെ ഹിറ്റ്ലർ അകറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഹിറ്റ്ലർക്ക് അയാളുടെ സേവനം ആവശ്യമാണ്. ഹിറ്റ്ലർ ഒരിക്കൽ കൂടി തെരുവിലെ കലാപങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തം. അതിനേക്കാൾ ഉപരിയായി ഹിറ്റ്ലറിന് മറ്റൊരു വ്യക്തമായ ഉദ്ദേശം കൂടിയുണ്ട്. ഫ്രിറ്റ്സ് ഗേർലിക്കും അയാളെപ്പോലെയുള്ള പത്രപ്രവർത്തകരും സ്വൈര്യം കെടുത്തുകയാണ്. അവരോട് റോമിനും കടുത്ത വിരോധമുണ്ട്. ഈയിടെ റോമിനെക്കുറിച്ച് വന്ന ഒരു വാർത്തയുടെ പേരിൽ ഹിറ്റ്ലർ തന്നെ റോമിനെ വിളിച്ചു വരുത്തിയിരുന്നു. അയാളുടെ സ്വവർഗാനുരാഗ ബന്ധങ്ങളെക്കുറിച്ചായിരുന്നു വാർത്ത. അന്ന് റോം ആ വാർത്ത അപ്പാടെ നിരസിച്ചു. ഇതിലെ ഒരു വാക്കുപോലും സത്യമല്ല. ഇതെല്ലാം ജൂതന്മാരുടെ പണിയാണ്. ഹിറ്റ്ലറെ അനുകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഞാൻ മ്യൂണിക്കിൽ പോയി ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരൊക്കെയാണെന്ന് നിമിഷ നേരം കൊണ്ട് കണ്ടെത്തി വരാമെന്ന് അന്ന് റോം പറഞ്ഞു. പക്ഷേ അപ്പോൾ ഹിറ്റ്ലർ അതിന് അനുവദിച്ചില്ല. പകരം അയാളെ താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു. ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഹിറ്റ്ലർ റോമിനോട് ആ പത്രക്കാരെ കൈകാര്യം ചെയ്തുകൊള്ളാൻ പറഞ്ഞു. ഭരണഘടനാപരമായ അവകാശങ്ങളെല്ലാം പിൻവലിക്കാനും രാജ്യത്തെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങൾ ഹിറ്റ്ലർ ആരംഭിച്ചു കഴിഞ്ഞു. ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ഒരു കടലാസുമായി ഹിറ്റ്ലർ തന്നെ നേരിട്ട് ജർമ്മൻ പ്രസിഡന്റായ ഹിൻഡൻബർഗിനെ കാണാൻ പോയി. ഇത് പൂർണ്ണമായും ഭരണഘടനയെ അട്ടിമറിക്കുന്നതാണ്. ഞാനിത് അംഗീകരിച്ചാൽ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുള്ള അവകാശങ്ങൾ കൂടി നിങ്ങൾക്ക് കൈമാറുന്നു എന്നാണ് അർത്ഥം, ഹിൻഡൻബർഗ് പറഞ്ഞു. ഇതൊരു കുഴപ്പം പിടിച്ച കാലമാണ്. ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു കാലം വരുമെന്ന് ഊഹിച്ചിരിക്കാനിടയില്ല. ഹിറ്റ്ലർ മറുപടി നൽകി.
ഒരു ദേശീയ സ്മാരകത്തിലാണ് തീവയ്പ് നടന്നിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യം തന്നെ ഭീഷണി നേരിടുകയാണ്. വിദേശ കടന്നുകയറ്റക്കാർ നമ്മെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ ചില പൗരാവകാശങ്ങൾ തൽക്കാലം മരവിപ്പിക്കേണ്ടതുണ്ട്. ജർമ്മനിയുടെ പാരമ്പര്യത്തിലും ഭരണഘടന ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിലും അഭിമാനമുള്ള വ്യക്തിയാണ് ഹിൻഡൻബർഗ്. പ്രായാധിക്യം കൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു. സ്വാഭാവികമായും അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരം പിടിച്ചെടുക്കപ്പെടുമ്പോൾ കൈ പൊള്ളാനിടയുണ്ട്. ജർമ്മൻ പാർലമെന്റ് ഈ ഭേദഗതി അംഗീകരിക്കുന്നതിന് മുമ്പ് ഞാനിതിൽ ഒപ്പുവെക്കില്ല, ഹിൻഡൻബർഗ് തീർത്തു പറഞ്ഞു. പാർലമെന്റിന്റെ അംഗീകാരം നേടുക ഹിറ്റ്ലറിന് കൂടുതൽ അനായാസകരമായിരുന്നു. പാർലമെന്റിലെ അംഗസംഖ്യയിൽ ഇപ്പോൾ നാസികളാണ് മുന്നിൽ. മറ്റുള്ളവർ പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കുന്നത് തന്നെ ഹിറ്റ്ലറെയും കൂട്ടാളികളെയും ഭയന്നാണ്. അവർക്ക് മുന്നിൽ നിവർന്നു നിന്ന് ഹിറ്റ്ലർ പുതിയ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് സംസാരിച്ചു. പുതിയ സാഹചര്യത്തിൽ തീവ്രവാദത്തിനെതിരെ ചില കടുത്ത നടപടികൾക്ക് നാം നിർബന്ധിതമായിരിക്കുന്നു. നിയമനിർമ്മാണ സംബന്ധമായ എല്ലാ അധികാരങ്ങളും പ്രാപ്തനായ ഒരാൾക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു ഭേദഗതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ആ വ്യക്തിക്ക് ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താനുള്ള അധികാരമുണ്ടായിരിക്കും. രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യവും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും താൽക്കാലികമായി റദ്ദു ചെയ്യുന്നു. ടെലിഫോൺ സംഭാഷണങ്ങൾക്കും തപാലുകൾക്കും അനുവദിച്ചിരുന്ന സ്വകാര്യത സൂക്ഷിക്കാനുള്ള അവകാശവും ഇനി മുതൽ ഉണ്ടായിരിക്കില്ല. ഇത്രയുമായപ്പോഴേക്കും പാർലമെന്റിൽ നാസികളല്ലാത്ത അംഗങ്ങൾ പ്രതിഷേധവുമായി എഴുന്നേറ്റു തുടങ്ങി. ഹിറ്റ്ലർ അവരുടെ പ്രതിഷേധങ്ങൾക്ക് മീതെ തന്റെ സ്വരം ഉയർത്തിക്കൊണ്ട് സംസാരം തുടർന്നു. അതിനാൽ ജർമ്മനിയുടെ പ്രസിഡന്റിനുള്ള എല്ലാ അവകാശങ്ങളും ഇനി മുതൽ ചാൻസലറിൽ നിക്ഷിപ്തമായിരിക്കും. ഞാൻ ജർമ്മനിക്ക് സമാധാനം വാഗ്ദാനം ചെയ്യുന്നു. സദസ്സിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഹിറ്റ്ലർ ആ പ്രസംഗം അവസാനിപ്പിച്ചു. പാർലമെന്റിലെ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി എഴുന്നേറ്റു. വൈസ് ചാൻസലർ പദവിയിലുള്ള ഫ്രാൻസ് വോൻ പാപ്പനും തന്റെ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റു. ഇല്ല, നിങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നുവെങ്കിൽ ഇത് സാധ്യമല്ല, അയാൾ വിളിച്ചു പറഞ്ഞു. സീറ്റിലിരിക്കൂ, ഞാൻ ഒരു പ്രതിഷേധവും അനുവദിക്കില്ല. ഹിറ്റ്ലർ ഇതിനകം അയാളുടെ പുതിയ അധികാരങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ട് നാസികൾ ജർമ്മനിയുടെ ദേശീയ ഗാനം ആലപിച്ചു തുടങ്ങി. തുടക്കത്തിൽ പ്രതിഷേധവുമായിരുന്ന പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരായി പതിയെ എഴുന്നേറ്റ് ആ ഗാനാലാപനത്തിനൊപ്പം ചേർന്നു. അത് അവസാനിച്ചപ്പോഴേക്കും ജർമ്മൻ പാർലമെന്റിലെ പ്രതിപക്ഷ സ്വരം പൂർണ്ണമായും നഷ്ടമായി കഴിഞ്ഞു. ജർമ്മനി ഒരു പോലീസ് സ്റ്റേറ്റായി മാറാൻ പോകുന്ന വിവരം ഇതിനകം തന്നെ ഫ്രിറ്റ്സ് ഗേർലിക് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നാസി പാർട്ടിയോട് വിയോജിപ്പുള്ള ഒരു പഴയ പാർട്ടി പ്രവർത്തകനായ ബെല്ലാണ് ഗെർലിക്കിനാവശ്യമായ വിവരങ്ങൾ നൽകുന്നത്. ഒരുപക്ഷെ ഇനി ഒരിക്കലും എനിക്കിങ്ങനെ ഒരു വാർത്തയുമായി ഇവിടെ വരാൻ കഴിയില്ല. ഇതൊരു പോലീസ് സ്റ്റേറ്റായി മാറിയാലുടൻ ഞാൻ പിടിക്കപ്പെടും, അയാൾ പറഞ്ഞു. അയാൾ പറയുന്നതിന്റെ ഗൗരവം ഗെർലിക്കിന് ബോധ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് മ്യൂണിക്കിൽ നിന്ന് പോവുക. നിങ്ങൾക്ക് വേണ്ട സഹായം ഞാൻ ചെയ്യാം, അയാളെ യാത്രയാക്കിക്കൊണ്ട് ഫ്രിറ്റ്സ് ഗേർലിക് പറഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധം വെറും ഒരു ചരിത്ര സംഭവമല്ല. ലോകചരിത്രത്തെ രണ്ടായി വിഭജിച്ച ഒരു ദശാസന്ധിയാണത്. ഇന്നോളം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തകഥ. ഏറ്റവും അധികം ആളുകളെ കണ്ണീരണിയിച്ച, ഏറ്റവും അധികം കഥാപാത്രങ്ങളുള്ള, ഏറ്റവും അധികം സിനിമകൾക്കും പുസ്തകങ്ങൾക്കും ഇതിവൃത്തം നൽകിയ സംഭവകഥ.
ഇതിൽ എത്രയോ വ്യക്തികളുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ, ജോസഫ് സ്റ്റാലിൻ, വിൻസ്റ്റൺ ചർച്ചിൽ, ബെനിറ്റോ മുസോളിനി, ഐസനോവർ, ഹിരോഹിതോ, ഹാരി എസ് ട്രൂമാൻ, ഹിഡെക്കി ടോജോ, അങ്ങനെ നിരവധി പേർ. And the same time I saw something drop. ഇതിൽ എത്രയോ സംഭവങ്ങളുണ്ട്. ജൂത കൂട്ടക്കൊലകൾ, പേൾ ഹാർബർ ആക്രമണം, ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ, റഷ്യയിലെ ജർമ്മൻ അധിനിവേശം, സൈനിക മുന്നേറ്റങ്ങൾ, ഹിരോഷിമ, നാഗസാക്കി, കീഴടങ്ങലുകൾ, Death by hanging. ആത്മഹത്യകൾ, ആയിരക്കണക്കിന് സംഭവങ്ങൾ. This was the moment to go. രണ്ടാം ലോകമഹായുദ്ധ ചരിത്രം ഒരു യുദ്ധകഥ മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക വ്യാവസായിക രംഗങ്ങളിലെയും കലയിലെയും സാഹിത്യത്തിലെയുമെല്ലാം മുന്നേറ്റ ചരിത്രം കൂടിയാണത്. ലോകത്തെ ആകമാനം മാറ്റിമറിച്ച ഒരു യുദ്ധത്തിന്റെ ചരിത്രം. ഇതാ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ സമഗ്രമായ ചരിത്രം DVD രൂപത്തിൽ, അപൂർവവും അമൂല്യവുമായ ദൃശ്യങ്ങളോടെ. ഓരോ വീട്ടിലും സൂക്ഷിക്കേണ്ട ഒരു അമൂല്യ ചരിത്ര ശേഖരമാണിത്. ചരിത്രബോധമുള്ളവരായി, മാനവരാശി കടന്നുവന്ന സവിശേഷമായൊരു കാലഘട്ടത്തെക്കുറിച്ച് അറിവുള്ളവരായി നിങ്ങളുടെ മക്കൾ വളരാൻ അവർക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനമാണിത്. വേൾഡ് വാർ 2 40 DVDകളിൽ 20 DVDകൾ വീതമുള്ള 2 വോള്യങ്ങൾ. ഓരോ വോള്യത്തിനും വില 4000 രൂപ വീതം. 1ഉം 2ഉം വോള്യങ്ങൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ പ്രത്യേക കിഴിവുകൾ. ബുക്കിംഗിന് 9995 444 222 എന്ന നമ്പറിലേക്ക് WW എന്നീ അക്ഷരങ്ങൾ SMS ചെയ്യൂ. WW എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാനായി ബെല്ലിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം ഫ്രിറ്റ്സ് ഗേർലിക് ബെർലിനിലുള്ള തന്റെ സുഹൃത്തുക്കൾക്ക് നൽകാനായി ഒരു കുറിപ്പ് തയ്യാറാക്കി. ഈ കത്തുമായി വരുന്നയാളെ സഹായിക്കണമെന്നാണ് ആ കുറിപ്പിൽ എഴുതിയിരുന്നത്. ഗെർലിക്കിന്റെ സന്തത സഹചാരിയും സഹായിയുമായ പത്രപ്രവർത്തക സുഹൃത്തിന്റെ കയ്യിൽ ആ കത്ത് കൊടുത്തയച്ചു. ബെൽ സുരക്ഷിതമായി മ്യൂണിക്കിൽ നിന്ന് രക്ഷപ്പെടും എന്ന പ്രതീക്ഷയോടെ ഫ്രിറ്റ്സ് ഗേർലിക് അന്നത്തെ ജോലികൾ ചെയ്തു തീർക്കാൻ തുടങ്ങി. പക്ഷേ സമയം വൈകിപ്പോയിരുന്നു. ജർമ്മൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് ശബ്ദം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ചാൻസലർക്ക് ജർമ്മനിയുടെ മുഴുവൻ അധികാരവും കൈമാറിക്കൊണ്ടുള്ള നിയമ ഭേദഗതി അവതരിപ്പിച്ചപ്പോൾ തന്നെ അത് പ്രാബല്യത്തിൽ വന്നു. വിചിത്രമായ ആ അവസ്ഥയിൽ ജർമ്മനിയുടെ മുഴുവൻ അധികാരങ്ങളും താൻ ഏറ്റെടുത്തതായി ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. ഇപ്പോൾ റോമിന്റെ സേനയ്ക്ക് സ്റ്റേറ്റ് പോലീസിന്റെ ഔദ്യോഗിക സഹായം കൂടിയുണ്ട്. അവർ ഫ്രിറ്റ്സ് ഗേർലിക്കിനെ തേടി പുറപ്പെട്ടു കഴിഞ്ഞു. രാജ്യം ഒരു പോലീസ് സ്റ്റേറ്റായി മാറിയിരിക്കുന്നു എന്ന ഭീതിതമായ വാർത്തയാണ് അന്ന് ഫ്രിറ്റ്സ് ഗേർലിക്കിന് കൈകാര്യം ചെയ്യേണ്ടി വന്നത്. ഹിറ്റ്ലർ ജർമ്മനിയുടെ പരമാധികാരിയാകുന്ന ദിവസം. എത്രയോ കാലമായി ഗേർലിക് ഈ സന്ദർഭത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഭീതിജനകമായ വാർത്തയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ട് അന്നത്തെ പത്രം തയ്യാറാക്കുന്നതിനിടയിൽ ഗേർലിക്കിന്റെ ഓഫീസിലേക്ക് നാസികളുടെ പോലീസ് ഇരച്ചുകയറിയെത്തി. അവരുടെ കയ്യിൽ തോക്കുകളും മറ്റായുധങ്ങളുമുണ്ട്. രാജ്യം ഒരു പോലീസ് സ്റ്റേറ്റായി മാറാൻ പോകുന്നു എന്നെഴുതിയ വാർത്തയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചതല്ല. ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആരുടെയും അനുവാദത്തിന് കാത്തുനിൽക്കാതെ നാസികൾ കെട്ടിടത്തിനുള്ളിൽ കടന്നു. അവർ ലാത്തികൊണ്ട് മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. എല്ലാവരോടും സ്വന്തം തിരിച്ചറിയൽ രേഖകൾ പുറത്തെടുക്കാൻ ആവശ്യപ്പെട്ടു.
പരിഭ്രാന്തരായ ജീവനക്കാർക്കിടയിലൂടെ ഏണസ്റ്റ് റോം ഫ്രിറ്റ്സ് ഗേളിക്കിന്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ഗെർലിക്കിന്റെ മേശയിൽ കൈയൂന്നിക്കൊണ്ട് അയാൾ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ സോഴ്സ്? റോമിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗെർലിക് മറുപടി പറഞ്ഞു, ആരുമല്ല. അതിനുള്ള മറുപടി മുഖമടച്ചുള്ള ഒരടിയായിരുന്നു. പിന്നീട് തുടർച്ചയായുള്ള മർദ്ദനം. ഓരോ അടിക്കുമൊപ്പം റോം ചോദിച്ചുകൊണ്ടിരുന്നു, ആരാണ് നിങ്ങളുടെ സോഴ്സ്? നിലത്തിട്ട് ചവിട്ടിയിട്ടും പല്ലിളകിപ്പോകുന്നത് പോലെ അടിച്ചിട്ടും ഗെർലിക്കിന് ഒരുത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, ആരുമല്ല. അതേസമയം അയാളുടെ സോഴ്സായി പ്രവർത്തിച്ചിരുന്ന ബെൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്റ്റേഷനിൽ നാസി പോലീസിന്റെ അമിത സാന്നിധ്യം അറിഞ്ഞു. റെയിൽവേ സ്റ്റേഷന്റെ കവാടത്തിൽ തന്നെ തനിക്കുള്ള കത്തുമായി ഗെർലിക്കിന്റെ സഹപ്രവർത്തകൻ നിൽക്കുന്നത് അയാൾ കണ്ടു. അയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അവരിരുവരും പരസ്പരം കണ്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ അയാൾ ബെല്ലിന് സൂചന നൽകി. പക്ഷേ അതിനകം അയാൾ നാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബെൽ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നാലെ റോമിന്റെ പോലീസും. അയാൾ പ്രാണഭയത്തോടെ മുന്നോട്ട് കുതിച്ചു. പക്ഷേ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ബെൽ കൊല്ലപ്പെട്ടു. ഫ്രിറ്റ്സ് ഗേളിക്കിന്റെ പത്രം ഓഫീസ് നാസികൾ പൂട്ടി സീൽ ചെയ്തു. കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഗെർലിക്കിനെ അറസ്റ്റ് ചെയ്ത വിവരം അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും അറിയിച്ചിരുന്നില്ല. അങ്ങനെ അറിയിക്കാൻ അതൊരൊറ്റപ്പെട്ട അറസ്റ്റ് ആയിരുന്നുമില്ല. ജർമ്മനിയിലുടനീളം മാധ്യമപ്രവർത്തകരും എഴുത്തുകാരും സ്വതന്ത്ര ചിന്തകരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരുടെ നിരാലംബരായ ഭാര്യമാരും മക്കളും അവരെവിടെയെന്നറിയാൻ ഓഫീസുകൾ തോറും കയറിയിറങ്ങി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്ന പേരിൽ 4000-ലധികം ആളുകളെയാണ് ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ അറസ്റ്റ് ചെയ്തത്. ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞു. ഇനിയും അറസ്റ്റ് ചെയ്യാനുള്ളവരുടെ പട്ടിക നീളുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കൾ കോടതികളിലും പോലീസ് ആസ്ഥാന മന്ദിരങ്ങളിലും ജയിലുകളിലും കയറിയിറങ്ങി. ഫ്രിറ്റ്സ് ഗേളിക്കിന്റെ ഭാര്യ സോഫി തന്റെ ഭർത്താവിന് മേൽ യാതൊരു കുറ്റവും ചുമത്തപ്പെട്ടിട്ടില്ല എന്ന കോടതി വിധിയും സമ്പാദിച്ചുകൊണ്ടാണ് ജയിലിൽ ഭർത്താവിനെ കാണാനെത്തിയത്. ഇതിനു മുമ്പ് പല ദിവസങ്ങളിലും അവർ തന്റെ ഭർത്താവിനെ കാണണമെന്നാവശ്യപ്പെട്ട് അവിടെ വന്നിരുന്നു. എന്തു കുറ്റം ചെയ്തിട്ടാണ് നിങ്ങൾ എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തിനുമേൽ ഇതുവരെ ഈ രാജ്യത്ത് ഒരു കുറ്റവും ചുമത്തപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന കോടതി ഉത്തരവാണ് എന്റെ കയ്യിൽ, അവർ പറഞ്ഞു. ഫ്രിറ്റ്സ് ഗേളിക് പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയിലാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. തന്റെ കയ്യിലുള്ളത് കോടതി ഉത്തരവാണെന്ന് അവർ വീണ്ടും പറഞ്ഞു നോക്കി. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ മതിയാകൂ. എന്നാൽ അയാൾ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു. അയാളെ കാണാൻ കഴിയില്ല. അയാൾ പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയിലാണ്. ആരിൽ നിന്നുള്ള സംരക്ഷണം? സോഫി ചോദിച്ചു. അയാളുടെ ശത്രുക്കളിൽ നിന്ന്, ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. തുടർന്ന് അയാൾ ബന്ധുക്കളെ അന്വേഷിച്ചു വന്ന ഹതഭാഗ്യരായ സ്ത്രീകളുടെ നിരയിൽ നിൽക്കുന്ന അടുത്തയാളെ വിളിച്ചു. അവരെയെല്ലാം കാത്തിരിക്കുന്നത് സമാനമായ മറുപടി തന്നെയാണ്. ആ മുറിയുടെ ഒരരികിലേക്ക് മാറി നിൽക്കുമ്പോൾ സോഫി രോഷത്തോടെ വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ആരും അവരെ കാണാതെ ഇവിടെ നിന്ന് പോകില്ല. പക്ഷേ അവരഭിമുഖീകരിക്കാനിരുന്ന സത്യം അങ്ങനെ ആയിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഹിറ്റ്ലറെയോ അയാളുടെ ഭരണകൂടത്തെയോ ചോദ്യം ചെയ്ത നല്ല മനുഷ്യരെ അവരാരും ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ല. അതേസമയം ഹിറ്റ്ലർ രാജ്യത്തിനുമേൽ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തുടരുകയാണ്.
ജർമ്മനിയിൽ നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും പ്രവർത്തനാനുമതി നിഷേധിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പ്രവർത്തനം നിയമവിരുദ്ധമാക്കി. അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒന്നാം ലോകയുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ജർമ്മനിയും സഖ്യരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകളും ഹിറ്റ്ലർ കാറ്റിൽ പറത്തി തുടങ്ങി.